ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഈ ഫാൻസി നമ്പർ ബുക്കിംഗ് അതിൻ്റെ ബിഡിങ് എങ്ങനെ ചെയ്യാം, പരിവാഹൻ സൈറ്റിൽ നമ്മുടെ വണ്ടിക്ക് നമുക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ എങ്ങനെ ബുക്ക് ചെയ്യാം, അതിൻ്റെ ബിഡിങ് രീതി എങ്ങനെയുള്ളതെന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പം ഞാൻ കാണിക്കാൻ വന്നത്. ഞാനിപ്പോൾ ഓൾറെഡി നമ്പർ ബുക്കിംഗ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബിഡിങ് ആണ്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നമ്പർ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3000 രൂപയാണ് ഒരു നമ്പർ. അത് ഫാൻസി നമ്പർ ഒരു ലിസ്റ്റ് ആർട്ടിയുടെ സൈറ്റിലുണ്ട്, പരിവാഹൻ സൈറ്റിലുണ്ട്. അതല്ലാത്ത നമ്പറുകൾക്ക് നമുക്ക് 3000 രൂപ, നമുക്ക് ഇഷ്ടമുള്ള നമ്പറാണെങ്കിൽ അവരുടെ ഫാൻസി നമ്പർ കഴിഞ്ഞിട്ടുള്ള നമ്പർ നമ്മൾ 3000 രൂപ അഡ്വാൻസ് കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്തിടണം. അപ്പോൾ നമ്മൾ മാത്രമേ ബുക്ക് ചെയ്തിട്ട് നമുക്ക് നമ്പർ സ്വന്തമായിട്ട് കിട്ടും. ഇൻ കേസ് 2 പേരുണ്ട്, ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ നമുക്കതിനെ ബിഡിങ്ങിൽ കൂടി മാത്രമേ നമുക്കത് ആ നമ്പർ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഗൂഗിളിൽ കയറിയതിന് ശേഷം നമ്മുടെ ഇവിടെ ഈ പരിവാഹൻ ഫാൻസി നമ്പർ, ഞാനത് ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ട് ആ സ്ക്രീൻ വരുന്നതാണ്, അത് പ്രസ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഫാൻസി നമ്പർ, ഇതൊക്കെ നമ്മൾ നേരത്തെ ഇത് യൂസ് ചെയ്തത് കൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫാൻസി നമ്പർ പരിവാഹൻ സെർച്ച് ചെയ്ത് നമുക്കത് കിട്ടുന്നതായിരിക്കും. ലിങ്ക് കിട്ടും, നമ്മൾ നേരെ കയറുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു ലോഗിൻ യൂസർ ID ചോദിക്കുന്ന ഒരു പാസ്വേഡ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂസർ ID പാസ്വേഡ് അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതും, അതുപോലെ തന്നെ അടുത്ത വേണ്ടത് നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ യൂസ് ചെയ്ത നമ്പർ തന്നെ കൊടുക്കുക. എന്ന് വെച്ചാൽ ഓരോ സമയം നമ്മൾ കയറുമ്പോഴും നമുക്ക് OTP വരും. അപ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറിന് കൊടുക്കുക. ഇൻ കേസ് നമ്മൾ ആദ്യമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പബ്ലിക് യൂസർ എന്ന ഓപ്ഷൻ ഉണ്ട്, അതെടുത്തതിന് ശേഷം രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. അപ്പം ഞാനത് ഓൾറെഡി ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞത് മെയിൽ ID യും പാസ്വേഡും കൊടുക്കാൻ. അപ്പം നമ്മൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ യൂസർ സൈനപ്പ്, നമ്മുടെ സ്റ്റേറ്റ് കേരള എന്നുള്ളത് കൊടുക്കണം. അത് കഴിഞ്ഞ് ആപ്ലിക്കൻ നെയിം നമ്മൾ പറയുന്നത് നമ്മുടെ വണ്ടി ബുക്ക് ചെയ്തപ്പോൾ കൊടുത്ത അതേ നെയിം തന്നെ ആയിരിക്കണം. അതുപോലെ ഇമെയിൽ ഐ ഡി നമ്മളൊരു ഇമെയിൽ ID കൊടുക്കുക. മൊബൈൽ നമ്പർ നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത സമയത്ത് മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് ഇത് കൊടുത്തതിന് ശേഷം സൈനപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഇമെയിൽ IDയിലൊരു പാസ്വേഡ് വരും. ആ പാസ്വേഡ് വന്നതിന് ശേഷം നമ്മളത് റീസെറ്റ് ചെയ്ത് മാറ്റിയെടുക്കുക, നമ്മുടെ തന്നെ പാസ്വേഡ് എടുത്ത് മാറ്റിയെടുക്കുക. ഇനി വന്ന് നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് എൻ്റർ ചെയ്യാം. ഞാൻ എൻ്റെ പാസ്വേഡ് കൊടുത്ത് കാണിച്ചു തരാം. ശേഷം നമുക്കൊരു OTP നേരെ നമ്മുടെ മൊബൈലിലോട്ട് വരും. നമ്മുടെ കൊടുത്തേക്കുന്ന രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഒരു OTP വരും. എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വണ്ടി ബുക്ക് ചെയ്തപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഈ OTP എൻ്റർ ചെയ്യുക. OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പം അടുത്ത് വരുന്ന ഇങ്ങനൊരു സ്ക്രീനാണ്. ആ സ്ക്രീൻ വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ഒരു കാറ്റഗറി, നമ്മുടെ RTO ഓഫീസിൽ അവരുടെ കാറ്റഗറി രജിസ്ട്രേഷൻ നമ്പേഴ്സ് ഉണ്ട്. ഇത്രയും നമ്പറിൻ്റെ റേറ്റുകൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് 0001 അതിന് 1,00,000 രൂപയാണ് വരുന്നത്. പിന്നെ അതിന് താഴേക്ക് 50,000, 25,000, 10,000, 5,000, 3,000. ഈ 3,000 എന്നുള്ളത് നമ്മൾ ഫാൻസി നമ്പർ അല്ലാത്ത നമ്പർ, മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളല്ലാത്തതിൽ 3,000 രൂപ അടച്ചാൽ നമുക്ക് ആ നമ്പർ സ്വന്തമാക്കാം. പക്ഷേ ആ ബിഡിങ്ങിന് ഒരാൾ മാത്രം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നമ്പർ 3,000 രൂപ സ്വന്തമാക്കാം. എന്നാൽ ബിഡിങ്ങിന് വേറെ ആൾക്കാരുണ്ടെങ്കിൽ ആ നമ്പർ നമ്മൾ ബിഡ് ചെയ്ത് തന്നെ വാങ്ങിക്കണം. എന്നുവെച്ചാൽ അവരെത്ര റേറ്റ് പറയുന്നു അതിൻ്റെ ബേസിക് എമൗണ്ട് 3,000 ആണ്. പക്ഷേ അവരെത്ര റേറ്റ് പറയുന്നു, ബിഡിങ്ങിൽ എത്ര പേരുണ്ട്, അവർ റേറ്റ് കൂടുതൽ വിളിക്കുന്ന ആ ആൾക്ക് നമ്പർ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത സ്ക്രീനിലേക്ക് പോവാം. നമ്മൾ അടുത്ത് ചെയ്യണം, ഞാനിപ്പോൾ ഓൾറെഡി നമ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയേണ്ട കാര്യം, തിങ്കളാഴ്ച രാവിലെ 10:30 കഴിഞ്ഞാണ് ബിഡിങ്ങിൻ്റെ നമ്പറുകൾ ഇപ്പം RTO സബ് RTO ഉണ്ട്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ് ബുക്ക് ചെയ്തേക്കുന്ന RTO. തിരുവനന്തപുരത്തൊക്കെ ഏകദേശം ഒരു മിനിമം ഒരു 600 നമ്പർ വെച്ച് ഒരാഴ്ചയിൽ ഇറങ്ങും. എന്നുവെച്ചാൽ വണ്ടികൾ ഇറങ്ങുന്നതിൻ്റെ കണക്കനുസരിച്ച് നമ്പർ അവർ റിലീസ് ചെയ്ത് വിടുന്നത് ഓരോ ദിവസവും, ഓരോ തിങ്കളാഴ്ചകളിൽ. അപ്പം തിരുവനന്തപുരത്ത് ഏകദേശം 1000 വരെയൊക്കെ ഇറങ്ങും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോടൊക്കെ മിക്കവാറും ഒരു ദിവസം മെയിൻ RTOയിൽ 1000 നമ്പർ വരെ ഇറങ്ങുന്നതാണ്. അപ്പം ഞാൻ ഓൾറെഡി നമ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി നോക്കിയ നമ്പർ 9,700. കഴിഞ്ഞ ബിഡിങ്ങിൽ അത് കിട്ടിയില്ല, അതിൻ്റെ എമൗണ്ട് എങ്ങനെ തിരിച്ച് കിട്ടി ആ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇൻ കേസ് ബിഡിങ്ങിൽ കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടുത്തത് 7,000 ബുക്ക് ചെയ്തേക്കുന്ന നമ്പർ. നമ്മൾ ഓഷൻ സർവീസ് എന്നുള്ളൊരു സംഭവമുണ്ട്, അതെടുക്കുക. അതിൽ ബിഡിങ് പ്രോസസ്സ് ഇതെടുത്തതിന് ശേഷം സെലക്ട് യൂണിക് അക്നോളജ്മെൻറ്റ് നമ്പർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ താഴെ കൊടുത്തേക്കുന്ന ഈ നമ്പർ, ഇതിപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത നമ്പറാണ് കൊടുത്തേക്കുന്നത്. ഈ നമ്പർ നമ്മൾ തിങ്കളാഴ്ച ദിവസമാണ് നമ്മൾ 10:05 നമ്പർ ബുക്ക് ചെയ്യാൻ, പുതിയ സീരീസ് നമ്പറുകൾ ഇറങ്ങുന്ന ആ സമയത്താണ്. അത് നമ്മൾ തിങ്കളാഴ്ച ബുക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മുകളിൽ റിപ്പോർട്ട് എന്ന സംഭവമുണ്ട്. അപ്പോൾ ആ സ്ക്രീൻ ഞാൻ കാണിച്ച റിപ്പോർട്ട് എടുത്ത് റീപ്രിൻ്റ് ഈ റെസിപ്റ്റ്.
നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത നമ്പറാണ് താഴെ കിടക്കുന്ന 9700. ഇപ്പം നമ്മളത് ബിഡിങ്ങിൽ കിട്ടിയില്ല, 7900 ഇങ്ങനൊരു ഇത് വരും. അത് കൊടുക്കുമ്പോൾ പ്രിൻ്റ് ഇത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ ട്രഷറി വഴിയാണ് പൈസ അടയ്ക്കേണ്ടത്. ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും. ഈ ഡീറ്റെയിൽസ് ഒക്കെ കാണും. ഈ ഡീറ്റെയിൽസ് നമുക്ക് തിങ്കളാഴ്ച നമ്മളിത് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെന്ന് നോക്കുക, സ്റ്റാറ്റസ് നോക്കുക. സക്സസ്ഫുൾ ആണെങ്കിൽ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് നമുക്ക് ബിഡിങ്ങിൽ പങ്കെടുക്കാൻ ഒരാഴ്ച നമ്പർ ഓപ്പൺ ആയിരിക്കും. അത് കഴിഞ്ഞ ശേഷം ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ നമ്മൾ ഈ ബിഡിങ് പ്രോസസ്സ് സംഭവം എടുക്കും. നമുക്ക് അറിയാൻ പറ്റും നേരത്തെ എത്ര പേര് നമ്പർ ആപ്ലിക്കൻ്റ് ഉണ്ടെന്നുള്ളത്. യുണീക്ക് അക്നോളജ്മെൻറ്റ് നമ്പർ എടുക്കുക. അതിൽ ഈ വരുന്ന ഒരു ഓപ്ഷൻ ശനിയാഴ്ച വരത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണത്തില്ല. ഒന്നെങ്കിൽ ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് അത് ഓപ്പണായി വരുന്നത്. ഇത് കൊടുക്കുക. ഇത് കൊടുക്കുമ്പം നിങ്ങൾക്കിത് കാണാൻ പറ്റും. രജിസ്ട്രേഷൻ മാർക്ക് റിസർവ്ഡ് പ്രൈസ് 3000. ഇതൊരു ഫാൻസി നമ്പർ അല്ല, നോർമൽ നമ്പറാണ്. അതുകൊണ്ടാണ് ഈ നമ്പറിന് 3000 രൂപ വന്നിരിക്കുന്നത്. നമ്മളപ്പം ആദ്യം ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ സമയം ഏകദേശം 9 മണി. കാര്യം പറഞ്ഞാൽ നമ്മളിത് നേരത്തെ ബിഡ് എമൗണ്ട് നേരത്തെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കുറച്ചിപ്പം 10:30 വരെയാണ്. നമുക്ക് ഇന്നൊരു തിങ്കളാഴ്ച നമ്പർ ഓപ്പണായി, അടുത്ത തിങ്കളാഴ്ച 10:30 വരെയാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. 10:30 ബിഡിങ് ക്ലോസ് ചെയ്യും. അപ്പോൾ കുറച്ച് ഞാൻ ഈ സ്ക്രീൻ കാണിച്ചതിൽ നമുക്ക് നമ്പർ ബിഡിങ് ടൈം കുറയും തോറും നമ്പർ കാണിക്കും. ഇപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതൊരു 4000 ആക്കി ഇടാൻ പോവാണ്. അപ്പോൾ 4000 ചെയ്യുന്നത് ഇൻ കേസ് സൈറ്റ് ഇപ്പോൾ രണ്ടുപേർ ടോട്ടൽ ആപ്ലിക്കൻ്റ് 2 പേരാണ്. അപ്പോൾ അതിലൊരാൾ ചിലപ്പം നമ്മൾ ഇൻ കേസ് മേ ബി സൈറ്റിലൊരു എറർ വന്നു കഴിഞ്ഞപ്പോൾ 2 പേരും റേറ്റ് മാറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് 10:30 വരെയാണ് ടൈം. ഇന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച നമ്പർ ഓപ്പണായി ബുക്ക് ചെയ്തു. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ 2 ആപ്ലിക്കൻ്റ് ഉണ്ട്. നമ്മുടെ ബേസ് ബിഡ് എമൗണ്ട് എന്ന് പറയുന്നത് 3000 ആണ്. നമ്മളിപ്പോൾ എമൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. ചേഞ്ച് ബിഡ് എമൗണ്ട് കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ എടുത്തതിന് ശേഷം എനിക്കൊന്ന് സ്ക്രീൻ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ നേരത്തെ ചെയ്ത വീഡിയോ നോക്കിയായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇതെടുത്ത് ചേഞ്ച് ബിഡ് എമൗണ്ട് എടുക്കുക. ചേഞ്ച് ബിഡ് എമൗണ്ട് എടുത്തു. നമുക്ക് 10:30 വരെയാണ്. ഇപ്പോൾ ഏകദേശം സമയം 9:10 ആയിരുന്നു. നമുക്ക് 10:30 വരെയാണ് സമയമുള്ളത്. ചിലരൊക്കെ ഈ ഏജൻറ്റുമാർ ബുക്ക് ചെയ്യുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് അതുകൊണ്ട് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് അവിടെ ഏജൻറ്റുമാർ കാണും. നമ്മുടെ ഷോറൂമിൽ പറഞ്ഞ ഏജൻറ്റുമാർ അവർ നമുക്കൊരു 500 രൂപ 750 ചിലപ്പോൾ ഫീസ് ചാർജ് ചെയ്യും. നമുക്ക് അവരെ നമ്പർ ബുക്ക് ചെയ്ത് തരും. നമ്മൾ ബിഡിങ്ങിൽ നമുക്ക് നമ്പർ നമ്മളൊരാളെ ഉള്ളെങ്കിൽ നമുക്ക് ആ നമ്പർ കിട്ടും. പക്ഷേ ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ നമ്മൾ ബിഡിങ്ങിൽ പങ്കെടുക്കുക തന്നെ വേണം. ഇപ്പോൾ ഇതിൽ 2 ആപ്ലിക്കൻ്റ് ഉണ്ട്. അപ്പോൾ അത് കാരണം മറ്റേ ആൾ റേറ്റ് മാറ്റില്ലെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മളെന്തായാലും അതുപോലെ തന്നെ 1000 രൂപ വെച്ചാണ് നമുക്ക് റേറ്റ് കൂട്ടാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് മാറ്റി കൊടുക്കാൻ പോവാണ്. അപ്പോൾ യുവർ ലാസ്റ്റ് ബിഡ് എമൗണ്ട് ഈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് 3000. ഇൻക്രിമെൻറ്റ് ബിഡ് ഫ്രം 3000. അപ്പം നമ്മളിത് സെലക്ട് എമൗണ്ട് കൊടുത്തിട്ട് നമ്മളിത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മളിത് അപ്പെന്ന് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ഇവിടെ സ്ക്രീനിൽ ഇൻക്രിമെൻറ്റ് ബിഡ് ഫ്രം 4000. അപ്പം നമുക്കിവിടെ 4000 ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അടിയിൽ അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് സബ്മിറ്റ് ഉണ്ട്. ഇഫ് വാണ്ട് ടു ചേഞ്ച് ബിഡ് എമൗണ്ട് ക്ലിക്ക് ദ ചേഞ്ച് ബിഡ് എമൗണ്ട് അഗൈൻ. 10,000 വരെ നമുക്ക് 1000 അല്ല 10,000 വരെ ഒരു സിംഗിൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എന്തായാലും 1000 കൊടുത്തിട്ടുള്ളൂ. ഞാനത് സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സ്ക്രീൻ വരും. നമ്മൾ ഷുവർ ആണോ ചെയ്യാൻ ഓക്കെ എന്ന് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ചെയ്ത കാര്യം വെച്ചാൽ ഇൻ കേസ് സൈറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഇതായില്ലെങ്കിലും എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പം പ്ലീസ് സെലക്ട് എനി നമ്പർ നമ്മളിവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പം ലാസ്റ്റ് ബിഡ് എമൗണ്ട് 4000 ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. ലാസ്റ്റ് റിസർവ്ഡ് പ്രൈസ് 3000 ആയിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ബിഡ് എമൗണ്ട് 4000, നമ്മുടെ ബിഡ് എമൗണ്ട് 4000. ഇനി ഇത് കഴിഞ്ഞ് അടുത്ത ആൾ മാറ്റും. നമുക്ക് എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞ് നോക്കാം എന്തായാലും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ മാറ്റുവാണെങ്കിൽ ഈ എമൗണ്ട് പിന്നെ അവർ ചിലപ്പോൾ അടുത്ത 5000 ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ടൈം വന്ന് 10:30 പിന്നെ ഒത്തിരി ആൾക്കാർ ബിഡിങ്ങിനുണ്ട്. വലിയ റേറ്റിൽ പോവുകയാണെങ്കിൽ ആ സമയം അവർ 11 മണി വരെ നീട്ടിക്കൊണ്ട് പോകും. എന്നുവെച്ചാൽ നല്ല ഫാൻസി നമ്പറിനൊക്കെ ഒത്തിരി പേര് ബിഡിങ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു നോർമൽ നമ്പറിന് തന്നെ 3 പേരൊക്കെ ബിഡിങ്ങിനുണ്ട്. റേറ്റ് കൂടുതലായിട്ട് കയറി പോകുന്നു. ബിഡിങ് തന്നെ നടക്കുന്നുണ്ടെങ്കിൽ RTO ഓഫീസിൽ നിന്ന് 11 മണി വരെ അവർ നീട്ടിക്കൊണ്ട് പോകും. ഇല്ലെങ്കിൽ ടൈം 10:30. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം. അത് വേറെ ആരും മാറ്റിയിട്ടില്ല. ചിലപ്പോൾ ഇവർ ഈ പ്രത്യേകം സ്വന്തമായിട്ട് ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് വെളിയിൽ നിന്ന് നമ്മൾ എല്ലാവരും മാറ്റുന്നത് 10:30 ടൈം.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്പർ ബുക്ക് ചെയ്തപ്പം എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഞാനത് 9 മണിക്ക് നോക്കിയപ്പം ആരും ബിഡിങ് മാറ്റിയിട്ടില്ല. കഴിഞ്ഞ നമ്പറിന് 4 ആപ്ലിക്കൻസ് ആയിരുന്നു. പക്ഷേ ആ നമ്പർ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയം നമുക്ക് അറിയാൻ പറ്റും. 10:15 നമ്പർ ക്ലോസ് ആയി. ആരും പിന്നെ അത് കഴിഞ്ഞ് ബിഡിങ് മാറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നടന്നതുകൊണ്ട് കുറേ പഠിച്ചു ഇതിനെക്കുറിച്ച്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ബിഡിങ് കിട്ടുമല്ലെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്യാണ്. നമ്മളൊന്നും വലിയ എമൗണ്ടിലൊന്നും പോവില്ല. അപ്പുറത്തൊരു ആപ്ലിക്കൻ്റ് ഉണ്ട്, അവർ എത്ര രൂപ വരെ പറയുന്നതെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യാം. കൊടുത്തു കഴിഞ്ഞപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും 4000 രൂപയാണ് കിടക്കുന്നത്. നേരത്തെ ഞാൻ ബിഡ് എമൗണ്ട് മാറ്റി അതിലവർ കാണിക്കും ലാസ്റ്റ് ബിഡ് എമൗണ്ട് 4000, ഈ ഒരു ബിഡ് എമൗണ്ട് 4000. നമ്മൾ കൊടുത്തേക്കുന്ന ബിഡ് എമൗണ്ട് 4000 ആണ്. ലാസ്റ്റ് ബിഡ് എമൗണ്ട് 4000 ആണ്. ഇനിയും 10:30 വരെ ഈ നമ്പർ ആരും മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ നമ്പർ നമുക്ക് തന്നെ സ്വന്തമായിരിക്കും. പക്ഷേ മാറ്റാൻ ചാൻസ് ഉണ്ട്. ഏജൻറ്റുമാരൊക്കെയാണ് അവർ കറക്റ്റ് അറിയാം. ഒരു 10:20 ആ ടൈമിൽ മാറ്റും. അപ്പോൾ നിങ്ങൾ ഈ 9:20 മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ മാറ്റത്തില്ല എന്നുള്ളത് വിചാരിക്കരുത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ അബദ്ധം അതായിരുന്നു. ഞാൻ വിചാരിച്ച ആരും ആ ഒരാഴ്ച ആരും മാറ്റാതിരുന്ന് ലാസ്റ്റാണ് മാറ്റുന്നത്. 10:15 ടൈമിലാണ് മാറ്റുന്നത്. അപ്പോൾ എന്തായാലും ആ സമയത്ത് കറക്റ്റ് നെറ്റ്വർക്കിലായിരിക്കണം. നമുക്കതിൽ നിന്ന് 1 മിനിറ്റ് നമ്മൾ നെറ്റ്വർക്ക് കട്ടായി പോയി നമുക്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് ബിഡ് എമൗണ്ട് എപ്പോഴാണ് ആ എമൗണ്ടിൽ ഫൈനൽ അടങ്ങുന്ന അവരത് വെച്ച് ഫൈനൽ ക്ലോസ് ചെയ്യും. അപ്പം കറക്റ്റ് നെറ്റ്വർക്കുള്ള സ്ഥലത്തായിരിക്കണം അത് ചെയ്യുമ്പോൾ. എപ്പോഴും നോക്കണം മൊബൈലിൽ മെസ്സേജുകൾ. നമുക്ക് ഈ OTP വരുന്ന സമയത്ത് മൊബൈലിൽ ചാർജൊക്കെ നോക്കണം. വെച്ചാൽ ആ ഒരു 10:15 കഴിഞ്ഞിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രിട്ടിക്കൽ ടൈമാണ്. എന്നുവെച്ചാൽ ഈ നമ്പറിനെ കുറിച്ച് എല്ലാവർക്കും വലിയ അറിവൊന്നുമില്ല. ചിലരൊക്കെ സ്വന്തം നമ്പർ വെച്ച് കിട്ടുന്ന നമ്പർ വെച്ച് വണ്ടി ഓടിക്കും. അപ്പോൾ നമ്മൾ ഈ നമ്പറൊക്കെ ഒത്തിരി നോക്കുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ആക്ച്വലി തന്നെ എൻ്റെ നമ്പർ 9700 ആണ്. എൻ്റെ 3 വണ്ടിയുടെ 9700 ആണ്. ഇനിയിപ്പോൾ നമുക്ക് 6 മാസം വരെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഞാൻ 6 മാസം വരെ ഏകദേശം ടെമ്പർ വെച്ച വണ്ടി ഓടിച്ചത്. ഇൻ കേസ് നിങ്ങൾക്ക് നമ്പറൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുമ്പം ഏത് RTO സബ് RTO അവിടെ എത്ര നമ്പറാണ് ആ റണ്ണിങ് സീരീസിൽ പോകുന്നത് ആ നമ്പർ വെച്ച് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നമ്പറിനെ കുറിച്ചൊരു ചൂസിങ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3000 രൂപ അടയ്ക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് ഓടുന്ന സീരീസ് ഏതാണോ, നിങ്ങൾ ഏത് RTOയിലാണോ വരുന്നത്, ഏത് സബ് RTO ആണോ, നിങ്ങൾക്ക് ആ നമ്പറിലുള്ള നിങ്ങൾക്ക് കിട്ടും. അപ്പം ആ ഒരു ഇതാണ്. അപ്പം ഞാൻ എന്തായാലും ഷെയർ എഞ്ചിനെക്കുറിച്ച് കുറേ സംസാരിച്ച് ഒത്തിരി ഞാൻ അന്വേഷിച്ച് കുറച്ച് ബുദ്ധിമുട്ടി. RTO ഓഫീസിൽ 2 വർഷം കയറി ഇറങ്ങി. ഇതിന് നമ്മളെ അറിയാത്തതുകൊണ്ട് ചില കഴിഞ്ഞ വർഷത്തെ നമ്പർ ബിഡിങ് കിട്ടാതെ വന്നപ്പം അതിൻ്റെ എമൗണ്ട് കിട്ടാനായിട്ട് ഞാൻ RTO ഓഫീസിലേക്ക് കയറി. അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇൻ കേസ് നമുക്ക് ബിഡിങ് കിട്ടിയില്ല എങ്കിൽ അതിൻ്റെ ഒരു ലെറ്റർ പോലെ ഒരു RTO ഓഫീസ് ഇട്ടുണ്ട്. 7900 നമ്പർ ബിഡിങ് കഴിഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ മെസ്സേജ് വരും. ഇനി അതിനുശേഷം നമുക്ക് ബിഡിങ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല. നമ്മൾ ഓപ്ഷൻ സർവീസ് എടുത്തതിന് ശേഷം ബാലൻസ് എമൗണ്ട് പേയ്മെൻറ്റ് അതെടുക്കുക. നമ്മുടെ സെലക്ട് യൂണിക് അക്കൗണ്ട് നമ്പർ നമ്മൾ ഈ നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എമൗണ്ട് കാണിക്കുന്നുണ്ട്. ബാലൻസ് എമൗണ്ട് നമുക്കിവിടെ 5000 ആണ് കാണിക്കുന്നത്. ഓൾറെഡി നമ്മൾ 3000 എമൗണ്ട് നമ്മുടെ ബേസ് എമൗണ്ടാണ്, നമ്മൾ നേരത്തെ അടച്ച എമൗണ്ടാണ്. ഓപ്ഷൻ എമൗണ്ട് 8000. നമുക്ക് തന്നെ ബിഡിങ് കിട്ടിയതുകൊണ്ട് നമ്മൾ ഈ ബാക്കി 5000 രൂപ അടയ്ക്കണം. 5000 രൂപ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്പർ അലോട്ട് ആകത്തുള്ളൂ. അപ്പോൾ എന്തായാലും അടയ്ക്കുന്ന പേ ഓൺലൈൻ കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്ക്രീനിലോട്ട് പോകും. അതും ഈ ട്രഷറി വഴിയാണ് അടയ്ക്കേണ്ടത്. എടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ ബാങ്ക് പേയ്മെൻറ്റ് ഗേറ്റ് 1 ഇത് കൊടുക്കുക. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു GR നമ്പർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. നമ്മൾ നേരെ ട്രഷറിയുടെ സൈറ്റിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർഡ് ഏതാണെന്നുള്ളത് കൊടുക്കുക. നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. നോർമലി പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഇതിന് ശേഷം മാത്രമാണ് നമ്മുടെ നമ്പർ നമുക്കായി അലോട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ശേഷം നമുക്ക് 4 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമുക്ക് നമ്പർ അലോട്ടായി വരത്തുള്ളൂ. നമ്പർ അലോട്ടായി വന്നതിന് ശേഷം നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത് നമ്മളിപ്പോൾ വണ്ടി ഏത് ഷോറൂമിൽ നിന്നാണ് എടുത്തത് ആ ഷോറൂമിലാണ് ഈ നമ്പർ പോകുന്നത്. അവിടെ നിന്ന് അവർ നമ്മളെ വിളിച്ച് പറയുന്നത് നമ്മളവിടെ നമ്പർ കളക്ട് ചെയ്യണം. അങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ്. പിന്നെ അതുപോലെ നമുക്ക് ഇൻ കേസ് ബിഡിങ്ങിൽ കിട്ടിയില്ല, ബിഡിങ്ങിൽ നമുക്ക് കിട്ടിയില്ല, വേറെ എല്ലാവർക്കും കിട്ടിയതെങ്കിൽ നമ്മൾ നമ്മുടെ എമൗണ്ട് റീഫണ്ട് കിട്ടാനുള്ള പ്രൊസീജിയറാണ് ഇത്. RTO ഓഫീസിൽ ഒട്ടിച്ചേക്കുന്നതാണ്. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ആദ്യത്തെ നമ്പർ ബുക്ക് ചെയ്തപ്പോൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ റീഫണ്ടിന് വേണ്ടി നമ്മൾ ഈ ഒരു രീതിയിലാണ് അപ്ലൈ ചെയ്യാനായിട്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ റീഫണ്ട് അപ്ലൈ നമ്മുടെ പൈസ നോക്കിയിട്ട് നമ്മൾ റീഫണ്ടിന് റിക്വസ്റ്റ് കൊടുക്കുക. നമ്മുടെ അക്കൗണ്ടിൽ തന്നെ പൈസ തിരിച്ചു വരുന്നതായിരിക്കും.